വിശുദ്ധ പൗലോസ് കൊളോസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം. ദൈവഹിതമനുസരിച്ച് ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തേയോസും ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ ക്രിസ്തു യേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. സുവിശേഷ സത്യത്തിൻ്റെ വചനത്തിൽ മുമ്പ് തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളതും സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്നതുമായ പ്രത്യാശ മൂലമാണിത്. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തുമെന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹശുശ്രൂഷകൻ എപ്പഫ്രാസിൽ നിന്നാണല്ലോ നിങ്ങൾ ഇത് ഗ്രഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണ് അവൻ. ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. തന്മൂലം അതേക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല. നിങ്ങൾ സകല ജ്ഞാനവും ആത്മീയ അറിവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. കർത്താവിന് യോഗ്യവും തികച്ചും പ്രീതിജനകവുമായ വിധം വ്യാപരിക്കുക. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാകുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. സന്തോഷപൂർണമായ സഹനശീലത്തിലും ദീർഘക്ഷമയിലും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി നിങ്ങൾ എല്ലാവിധത്തിലും ബലം പ്രാപിക്കട്ടെ. വിശുദ്ധരോടൊപ്പം പ്രകാശത്തിൽ പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവപൂർണതയും നിവസിക്കാൻ ദൈവം സംപ്രീതനായി. എല്ലാ വസ്തുക്കളെയും സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ളതാകട്ടെ അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിലെ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഒരിക്കൽ നിങ്ങൾ ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സുകൊണ്ട് അകന്നവരും ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ നിർത്തുന്നതിനു വേണ്ടി ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് കീഴുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതിയുള്ള ക്രിസ്തുവിൻ്റെ പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ദൈവവചനം നിങ്ങൾക്ക് വേണ്ടി പൂർത്തിയാക്കാൻ എനിക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ കാര്യസ്ഥത പ്രകാരം ഞാൻ ശുശ്രൂഷകനായി. യുഗങ്ങളും തലമുറകളുമായി മറഞ്ഞിരുന്ന ഈ രഹസ്യം ഇപ്പോൾ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം ജനതകളുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു. ഇതാകട്ടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതാണ്. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവർക്കും സർവ്വവിജ്ഞാനവും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടിയാണ് എന്നിൽ പ്രവർത്തിക്കുന്ന
അവൻ്റെ ശക്തിക്കനുസൃതം ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്.